സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയെ അടിക്കാൻ കയ്യോങ്ങുന്ന ധനലക്ഷ്മിയെ തടഞ്ഞുകൊണ്ട് അവൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടില്ല എന്നും എനിക്കിഷ്ടമുള്ള ഒരാളെ എൻ്റെ കഴുത്തിൽ താലി കെട്ടു എന്ന് ധനലക്ഷ്മിയോട് തുറന്നടിക്കുന്നുണ്ട്. അതിനെങ്ങാനും നിർബന്ധിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നാൽ ഏട്ടത്തിയാണ് ഞാൻ നോക്കില്ല എന്നും പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ ജീവിക്കണം, എവിടെ ജോലി ചെയ്യണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണെന്നും മറ്റും പറയാണ് കേട്ടോ. ഇത് കേട്ടുകൊണ്ട് ധനലക്ഷ്മിക്ക് ആകെ സ്തബ്ധയായിട്ട് നിൽക്കുകയാണ്. അവർക്ക് തിരിച്ചൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. ഈ സമയം കൃഷ്ണ ആകെ വിഷമിച്ച് കൺമണിയോട് യാത്ര പറഞ്ഞു പോവാണ്. പിന്നീട് കൺമണിയുടെ അടുത്ത് വന്ന് അപ്പ ഇങ്ങനത്തെ മറുപടി പറയണം, അമ്മയോട് ഇന്ന് തക്ക മറുപടി കൊടുത്തില്ലേ, അതിനിയും അങ്ങനെ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഗോകുല്. ഇതേ സമയം വരുണിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പോവുകയാണെന്നും അതല്ലാതെ ഇനിയും ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയാവില്ല എന്നും പറയുന്നുണ്ട് കൺമണി. ഈ സമയം ആദിയോട് എന്ത് തുറന്നു പറയുമെന്നൊന്ന് ചോദിക്കുകയാണ് കേട്ടോ ഗോകുല്. പിന്നീട് ഗോകുല അമ്മായിമാരോട് കൃഷ്ണ സാറിനോടൊപ്പമായിരുന്നു അപ്പ ഇന്നലെ, അവർ തമ്മിൽ ഭയങ്കര പ്രേമത്തിലാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ പ്രധാന ഡ്യൂട്ടിയും, വരുണുമായിട്ടുള്ള കല്യാണം നടക്കാതിരിക്കാൻ നമുക്ക് എങ്ങനെയും അമ്മയുടെ കയ്യിൽ നിന്ന് ആ സ്വർണം പിടിച്ചു വാങ്ങണം. അമ്മ മനസ്സറിഞ്ഞ് തരില്ല, അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് ബലം പ്രയോഗിച്ച് വാങ്ങണമെന്നും പറയുന്നുണ്ട് കേട്ടോ ഗോകുല. പെട്ടെന്ന് കൺമണി അങ്ങോട്ട് വന്നപ്പോൾ അവൻ കൺമണിക്ക് ചുറ്റും കൂടുകയാണ്. അവർക്ക് എന്താണെന്ന് വെച്ചാൽ കൃഷ്ണന്റെയും കൺമണിയും പ്രേമത്തിന്റെ കഥകളും അവരുടെ സംസാരവും അതൊക്കെ കൺമണിയുടെ വായിൽ നിന്ന് അറിയാൻ ഒരു രസം, അതാണ് കേട്ടോ അവരെ കൺമണിയെ ശല്യപ്പെടുത്തുന്നത്. പിന്നീട് ധനലക്ഷ്മി വന്നപ്പോൾ അമ്മായിമാര് സ്വർണം വരുണിന് തിരിച്ചു കൊടുക്കാനും മറ്റും പറയുന്നുണ്ട്. ഇത് കേട്ട ധനലക്ഷ്മിക്ക് ആകെ ദേഷ്യം വരികയാണ് കേട്ടോ. എൻ്റെ സ്വർണം ഞാൻ തരില്ല, നിങ്ങളത് കിട്ടുമെന്ന് വെച്ച് വെറുതെ മനക്കോട്ട കെട്ടണ്ട, കൺമണിയുടെ കല്യാണ ദിവസം മാത്രമേ അതെല്ലാവരും കാണൂ എന്നൊക്കെ പറയുന്നുണ്ട് ധനലക്ഷ്മി. ഇത് കേട്ട അമ്മായിമാര് നീ അത് എവിടെ പൂട്ടി വെച്ചാലും അത് തുറന്ന് ഞങ്ങൾ എടുക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ധനലക്ഷ്മിയുടെ ലോക്കറിന്റെ പൂട്ടെടുത്ത് കൊണ്ടുവരികയാണ് സുലോചന. ഈ സമയം ധനലക്ഷ്മി ചെന്ന് അത് മേടിക്കാൻ നോക്കുമ്പോൾ ഭാമയും ശാന്തയും ചേർന്ന് ധനലക്ഷ്മിയെ മാറ്റാൻ നോക്കുകയാണ്. ഇതേ സമയം ശ്രീനിയും മനോജും അവിടേക്ക് എത്തുന്നുണ്ട്. അവർ സുലോചനയോട് അത് കൊടുക്കരുതെന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ഉന്തിന്റെയും തള്ളിന്റെയും ഇടയ്ക്ക് ധനലക്ഷ്മി താഴെ വീഴുകയാണ്. കൈമുട്ട് തറയിൽ ശക്തിയായിട്ട് ഇടിക്കുകയാണ്. ഇതേ സമയം ധനലക്ഷ്മി നിലവിളിക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് കൺമണിയും ഗോകുലും വരികയാണ് കേട്ടോ ചെയ്യുന്നത്.